ആക്ട്രസ് ലെനയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഒരു 1.5 മണിക്കൂർ ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ അങ്ങനെ തുടക്കം മുതൽ കണ്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇവരെന്താ പറയണേന്ന് തോന്നി. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഓക്കെ ഫൈൻ. അവർക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു വേറൊരു ലെവലിൽ ചിന്തിക്കില്ലേ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ആത്മീയത, സ്പിരിച്വാലിറ്റി, ആ ലെവലിലൊക്കെ ചിന്തിക്കുന്നവർ സംസാരിക്കുന്ന പോലെയുള്ള ഒരു സംസാരത്തിലൊക്കെ അവരിങ്ങനെ സംസാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ വന്നത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ചാനലിലാണ് ആ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കുറച്ച് തംബ്നെയിലുകൾ വയ്ക്കാം. മോഹൻലാൽ ഈസ് മൈ സ്പിരിച്വൽ ഗുരു. ലാലേട്ടൻ ഏതൊരു ബുക്ക് കൊടുത്തു, ആ ബുക്ക് 2.5 വർഷം വായിച്ചു, അതിൽ നിന്ന് അവർക്കൊരു എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായി എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഭാരത് ഈസ് വെരി പവർഫുൾ നെയിം. ഇന്ത്യ ഭാരത് ആവുന്നതിൽ അവർക്ക് പറയാനുള്ള ഒരു അഭിപ്രായം. കാരണം ഇന്ത്യ എന്ന് പറയുന്ന വാക്കിനൊരു വൈബ്രേഷനും ഭാരത് എന്ന് പറഞ്ഞ വാക്കിന് വേറൊരു വൈബ്രേഷനും. അപ്പോൾ ഭാരത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ വൈബ്രേഷനിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി, അങ്ങനെ കുറേ അതിനെക്കുറിച്ച് അവർ സംസാരിച്ചു. ആൻഡ് അവർ പറഞ്ഞ കാര്യം, ഐ വാസ് എ ബുദ്ധിസ്റ്റ് മോങ്ക് ഇൻ മൈ പാസ്റ്റ് ലൈഫ്. അവരുടെ മുൻ ജന്മത്തിൽ അവരൊരു ബുദ്ധിസ്റ്റ് മോങ്ക് ആയിരുന്നു. 63-ാമത്തെ വയസ്സിൽ അവർ ഹിമാലയത്തിൽ വെച്ച് മരിച്ചു. പിന്നെ അവർ തേടുകയായിരുന്നു അവരാരാ എന്നുള്ളത്. ആ തേടലിൻ്റെ ബാക്കിയാണ് ഈ ജന്മത്തിലും അവർ തേടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് അവർ തല മൊട്ട അടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആ ഒരു ബുക്ക് റിവീൽ ചെയ്യുന്നത്. അവരുടെ ബുക്കാണത്, എന്താ ഗോഡ്സ് ബയോഗ്രഫി അങ്ങനെ എന്തോ ആണ് അവരുടെ ബുക്കിൻ്റെ പേര്. കാരണം ബുക്കിൻ്റെ പേര് അവർ കൂടുതലായിട്ട് ഈ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടില്ല. 3W 5W എന്നൊക്കെ പറയുന്നുണ്ട്. ഹൂ ഐ ആം, വാട്ട് ഐ ആം, വേർ ഐ ആം, വെൻ ഐ ആം എന്നൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ലെന അതിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് അവർ ആ വീഡിയോനകത്ത് പറയുന്നുണ്ടായിരുന്നു അവരൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ സെൽഫായിട്ടുള്ള മെഡിക്കേഷനും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, മഷ്റൂംസ് ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ കോൺട്രവേഴ്സി ആവാൻ മാത്രം ഉള്ള കുറച്ച് കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഒരു ന്യൂസ് കണ്ടു, ലെന അംഗീകൃത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല. നടിക്കെതിരെ ഇന്ത്യൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ. ഓക്കെ, അവർ ഈ ഒരു ഇൻ്റർവ്യൂവിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് മരുന്ന് ഉപയോഗിക്കുന്നതിൽ നിന്നും പുറത്തു വരാൻ പറ്റി, ഞാൻ മരുന്ന് ഉപയോഗിച്ചിരുന്ന ഒരാളായിരുന്നു. കുറച്ചധികം കാര്യങ്ങൾ ലെന പറയുന്നുണ്ട്. ആൻഡ് ബൈ ദ വേ, ലെന ഈ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക ആത്മീയതയുടെ തലത്തിൽ നിന്ന് സംസാരിക്കുന്ന ലെന കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ്റെ കേസ് വന്നത് നിങ്ങൾ ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ മൂവി വേൾഡ് മീഡിയയിൽ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പയ്യനെ മറ്റേ വയനാട്ടിലുള്ള ഏതോ ഒരു കൂടോത്ര ടീമിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് ഈ ലെനയുടെ എന്താ പറയുക വർക്കറായിരുന്നു ആ പയ്യൻ. ലൈക്ക് PA പോലത്തെ ഒരു പയ്യനായിരുന്നു. എന്തോ ഒരു ഏലസ് കെട്ടി അങ്ങനെ സെറ്റപ്പിൽ. അപ്പോൾ ആ ഒരു സാധനം ഓൾറെഡി വന്ന ടൈമിൽ തന്നെ ആ പയ്യൻ പറയുന്നുണ്ടായിരുന്നു, ഇവർ ഈ കണ്ട സ്വാമിമാരെടുത്ത് പോക്കും, മറ്റേ ജാതകം നോക്കാൻ പോക്കും. ഓക്കെ, ഇറ്റ്സ് ഓൾ അപ് ടു ഹെർ, അവരുടെ താല്പര്യമാണ്. പക്ഷെ അതൊക്കെ നിൽക്കട്ടെ, ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ എന്താ പറയുക ആത്മീയതയുടെ തലങ്ങൾ തപ്പിപ്പോക്ക്, അതൊക്കെ ഒരു മനുഷ്യൻ അവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. അവരുടെ ടൈം, അവരുടെ സ്പേസ്, അവരുടെ പൈസ, അവരുടെ ഇഷ്ടം, അവരുടെ മൈൻഡ്, അത് ചെയ്തോട്ടെ. പക്ഷെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് മോഡേൺ മെഡിസിൻ വളരെ മോശമാണെന്നും അല്ലെങ്കിൽ ഡ്രഗിൻ്റെ യൂസേജ് ഒരു പരിധി വരെ നല്ലതാണെന്നൊക്കെ പറയുന്നതിനോട് ഒട്ടും എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റാത്ത കേസുകളുണ്ട്. സോ ലെന പറഞ്ഞ കുറച്ചധികം കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. Because I've reached a stage in my life where I really don't feel like a person. I do not identify with Lena. I have in psychology this would be called a disorder. It would be called some identity disorder. But in spirituality, I think this is a good place to be at, where I'm just purpose driven right now, and the purpose is a very non-personal purpose. It's like the why am I, as in the book. When we get to that, we'll talk about it. Okay, അപ്പോൾ ലെന തന്നെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സൈഡിൽ പറയുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ജനങ്ങൾ തന്നെ വിചാരിക്കും ഇത് എന്താടാ ഇങ്ങനെ, ഇതിന് വേറൊരു രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവർക്ക് എന്ത് പറ്റിപ്പോയി, ഇവരെ കിളി പോയോ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ചിന്തിക്കും. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എൻ്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല. ഓക്കെ, ഞാൻ വേറെ കുറേ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ആളുകളെ മൈൻഡ് എൻലൈറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബുക്ക് എഴുതിയതും ഈ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയതും. അങ്ങനെയൊക്കെ അവർ പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഇതിപ്പോൾ ഏതിലേക്ക് കൊണ്ടു ചെന്ന് എത്തും. ഞാൻ ചില ട്രോളുകളൊക്കെ കണ്ടേ, ദിസ് ഈസ് വാട്ട് ഈസ് this ഓഫ് ദ ദാറ്റ് ആൻഡ് ദ this. നിത്യാനന്ദൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതേപോലെ ലെന ഇരുന്നിട്ട് യു ആർ this ആൻഡ് ദിസ് ഈസ് this ആൻഡ് ദിസ് ഈസ് വാട്ട് ആൻഡ് this.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ അവഞ്ചേഴ്സൊക്കെ കാണുന്ന, ഞാൻ മാർവലൊക്കെ അത്യാവശ്യം അഡിക്റ്റാണ് മാർവലിന്. ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ക്വാണ്ടം റിമിനെ കുറിച്ചിട്ടും മൾട്ടിവേഴ്സിനെ കുറിച്ചിട്ടും വേരിയൻസിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോൾ അതെങ്ങാണ്ട് ഇവർ മൊത്തത്തിൽ ഇനി മാർവൽസ് ഫുള്ളിരുന്ന് കണ്ട, ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. In the very first chapter, I talk about an experience on mushrooms in Kodaikanal. So I ate mushrooms. They're called psilocybins technically. And I was 23 years old. Like, youngsters today are, I think more than 60% of today's population is experimenting with all these kinds of things. But 20 years ago, it was very rare. And now the research, if you check, just go and look at a couple of TEDx talks and research on modern psychiatric medication. It's all coming from actually using psychedelics to create mental health medication. The clinical studies have been confirmed, and it really creates lasting change, unlike the allopathic psychiatric medication. ഓക്കെ, അലോപ്പത്തിക് സൈക്കാട്രിക് മെഡിക്കേഷനേക്കാൾ കൂടുതലൊരു ഔട്ട്പുട്ട് സൈക്കഡെലിക് കോമ്പോണൻസ് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ചെറിയ യൂസേജ് കൊണ്ട് വരുത്താം എന്നുള്ള റിസർച്ചും കാര്യങ്ങളും നടക്കുന്നു എന്നൊക്കെ ലെന പറയുമ്പോൾ തള്ളി കളയാൻ പറ്റില്ല. ഇങ്ങനത്തെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സൈക്കഡെലിക്സ് കോമ്പൗണ്ടിൻ്റെ എന്താ പറയുക, യൂസേജിൻ്റെ ഒരളവ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരു നേക്കഡ് ഐ കൊണ്ടോ നമ്മുടെ ഒരു നേക്കഡ് ഹാൻഡ്സ് കൊണ്ടോ നമുക്ക് അതെങ്ങനെ എടുക്കാൻ പറ്റും, അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ ലെന പറയുന്നു, ലെനയുടെ ഒരു 23-ാമത്തെ വയസ്സിൽ ലെന മഷ്റൂംസ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് മാജിക് മഷ്റൂംസ്. സോ ആ മഷ്റൂമിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ലെന പറയുന്നുണ്ട്. ലൈക്ക് അത് നമ്മുടെ മൈൻഡിനെ ഉണർത്തുന്ന ഒരു സാധനമാണ്. അവരൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് സ്വയം ആ ഒരു മഷ്റൂം എടുത്തതിൽ നിന്ന് അവർക്ക് മെഡിക്കേഷനാണ് ചെയ്യാൻ തോന്നിയത്. ലൈക്ക് മെഡിറ്റേഷൻ ചെയ്ത് അവർക്ക് ആ ഒരു മഷ്റൂം കഴിച്ചതിൽ നിന്ന് വേറൊരു എൻലൈറ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ ഈ ഡോസ് ആൻഡ് യൂസേജ് ഒക്കെ അവരെങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്കൊരു പേഴ്സണലി ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം മഷ്റൂംസ് യൂസ് ചെയ്യുക, മാജിക് മഷ്റൂംസ് ആൻഡ് മഷ്റൂംസ്, ഇറ്റ്സ് ഓബിയസ്ലി എ ഡ്രഗ്. സോ ആ സാധനം നിങ്ങളുടെ ക്വാണ്ടിറ്റി നിങ്ങൾ എങ്ങനെ, ഓബിയസ്ലി നിങ്ങൾക്ക് ചിന്തിച്ചാൽ ഒരു കാര്യം അറിയാം. ഒരു മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം, ഒരു മഷ്റൂം തന്നെ വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു സൈക്കഡെലിക് കോമ്പോണൻ്റ് എടുത്തിട്ട് അത് മരുന്നിലേക്ക് അല്ലെങ്കിൽ മെഡിസിൻ പോലെ ആക്കി അല്ലെങ്കിൽ മെഡിസിനിലേക്ക് മാറ്റുമ്പോൾ അത് വലിയൊരു പ്രൊസീജിയറിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ ഒരു ഏറ്റവും എന്താ പറയുക പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ആ ഫോമിൽ അത് മെഡിസിനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് ഒരാൾ മാജിക് മഷ്റൂം അടിക്കുന്ന ഒരു സിറ്റുവേഷൻ, ബൈ ദ വേ മഷ്റൂം എടുത്ത് പറിച്ച് തിന്നുന്ന പരിപാടിയല്ല, ബട്ട് സ്റ്റിൽ ഈ വീട് പോലത്തെ സാധനങ്ങൾ പോയിക്കുന്ന പരിപാടിയിൽ ഇവർക്ക് ഈ അളവ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഇവരെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ അളവിൽ മാത്രമേ അവർക്ക് അവരുടെ അകത്തേക്ക് എടുക്കാൻ പറ്റൂ എന്നുള്ളതൊക്കെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയാൽ പോലും അതങ്ങനെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ഐ റിയലി ഡോണ്ട് നോ. ഓരോരുത്തരുടെ ബോഡിയും വേറെ വേറെ ആയിരിക്കും. അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല. അല്ലെങ്കിൽ ബാക്കി എക്സ്പ്ലനേഷൻ പറയുന്നത് കേട്ടോ. I was already a clinical psychologist when I experimented with psychedelics. These are very divine tools that grow in nature and you can't play with them. Ee self-realization experience undayadu is not because I did whatever substance I used. It was because I meditated on top of it. So being a clinical psychologist, it was a clinical trial that I did on myself. അല്ലാതെ ഇത് തമാശ കളിയല്ല. ഇപ്പോഴത്തെ കുറേ യങ്സ്റ്റേഴ്സ് തമാശ കളിയായിട്ട് എടുത്തിട്ട് പിന്നെ അവർക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. ഇറ്റ്സ് എ വെരി പോർട്ടൻറ്റ് തിങ്. സ്പേസ് ക്രാഫ്റ്റിൽ കയറുന്ന പോലെയാണ്. സോ സ്പേസ് ക്രാഫ്റ്റ് യൂസ് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളവർ, ഇഫ് ദേ ട്രെയിൻ യു ടു ഗോ ഓൺ ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. സോ ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ് നൗ. ക്ലിനിക്കൽ ട്രയൽസ് ആർ ഗോയിങ് ഓൺ ആൻഡ് കറക്റ്റ് മൈക്രോ ഡോസസേ പാടുള്ളൂ. Then it will re-engineer the brain. But for all the youngsters, കുറേ ചെറുപ്പക്കാർ ഇതൊക്കെ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് ഒരു ഗൈഡ് ലൈനും കൂടെ ആയിക്കോട്ടെ, ദാറ്റ് ഡോണ്ട് പ്ലേ വിത്ത് ദിസ്. ആൻഡ് ഫോർ ദോസ് ഹു ഹവ് ഓൾറെഡി ഡൺ ദിസ് ആൻഡ് ആർ കൺഫ്യൂസ്ഡ് വിത്ത് ഓൾ ദ ഇൻഫർമേഷൻ ദേ ഗോട്ട്, കുറേ ഡൗൺലോഡ് കിട്ടും. ഈ ഡൗൺലോഡ് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ച് വരാനും പറ്റുന്നില്ല, സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാനുള്ള വഴിയും അറിയില്ല. ദെൻ യു ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ മൈൻഡ്. And that according in normal language in Malayalam I think and in Sanskrit is called Chitta Brahmam. The New Indian Expressൽ ഈ 1.5 മണിക്കൂറുള്ള ഇവരുടെ ഇൻ്റർവ്യൂ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക അറിയോ, ഈ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാവും.
ഇവരുടെ ബുക്കിൽ ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ മൈക്രോ ഡോസ്, ഓക്കെ, മഷ്റൂംസ് ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മൈക്രോ ഡോസ്, ആ ഡോസ് ഉപയോഗിച്ച് ഇവർ സെൽഫായിട്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് അവരൊരു സെൽഫ് എക്സ്പെരിമെൻ്റ് ചെയ്തു അവരുടെ മേത്ത് എന്നൊക്കെ പറയുമ്പോൾ, എവിടെയെങ്കിലും പോയിരുന്നിട്ട് മഷ്റൂം അടിച്ചിട്ട് ആ മഷ്റൂം അടിച്ചതിലൂടെ ഞാൻ മെഡിറ്റേഷൻ ചെയ്തു, അങ്ങനെ എനിക്ക് എൻലൈറ്റ്മെൻ്റ് ഉണ്ടായി, ആ മൈക്രോ ഡോസ് എത്രയെന്നുള്ളത് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, സ്പിരിച്വാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സൈക്കഡലിക് കോമ്പണൻസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് അതിനാണ്, ഈ സ്പിരിച്വൽ പാത്തിലെത്താൻ വേണ്ടി. അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നവർ ഒരുപാടുണ്ടാവും. അവരൊരു ചിത്തഭ്രമത്തിൻ്റെ സ്റ്റേജിൽ എത്താതിരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാതിരിക്കണം എന്നല്ല പറയുന്നത്, അതല്ല പറയുന്നത്. ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു സ്പിരിച്വാലിറ്റിയുടെ വേറെ ലെവലിലേക്ക് എത്താം, ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അത് ചിത്രഭ്രമത്തിലേക്ക് എങ്ങനെ എത്താതിരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ സെൽഫ് എക്സ്പീരിയൻസ്, ബിക്കോസ് ഐ എം എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഐ മെയ്ഡ് എ സെൽഫ് എക്സ്പെരിമെൻറ്റ്. ഈ സെൽഫ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ പോലും, അവരൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ പോലും, ഡോസേജ് ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇവർക്ക് എന്നുള്ളതാണ് ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ പറയാനുള്ളത്, ഇമ്മാതിരി സാധനങ്ങളൊന്നും ലൈഫിൽ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എൻലൈറ്റ്മെൻറ്റും ഹൂ ആം ഐ, വാട്ട് ആം ഐ, വേർ ആം ഐ, ഹൗ ഐ ആം എന്നുള്ള ചോദ്യങ്ങളൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ലീവ് യുവർ ലൈഫ്, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ജനിച്ചു, നിങ്ങളൊരു ദിവസം മരിക്കും, പ്രസൻറ്റിൽ ജീവിച്ച് മുന്നോട്ട് പോവുക. ഡോണ്ട് തിങ്ക് അബൌട്ട് പാസ്റ്റ്, ഡോണ്ട് തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ. കഴിഞ്ഞു, കൺസേൺ ഒന്നുമില്ല. ഇപ്പോഴതും വെച്ച് ജീവിച്ച് മുന്നോട്ട് പോയാൽ തന്നെ യു വിൽ ബി വെരി ഹാപ്പി. നമ്മുടെ ഒരു തിയറി അതാണ്. ഈ സ്പിരിച്വാലിറ്റിയുടെ ലെവൽ കൂടിയവർ വേറെ എന്തെങ്കിലും ചിന്തിച്ചാൽ അത് അവരുടെ ലെവലിലേക്ക് പോകാൻ എനിക്ക് വയ്യ. ഞാൻ എൻ്റെ ബ്രെയിനിൻ്റെ എല്ലാ പോർഷൻസും ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. ഐ എം എ വെരി നോർമൽ ഹ്യൂമൻ ബീങ്. ഞാൻ ആൻറ്റി ആങ്സൈറ്റി ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഡിപ്രഷൻ്റെ മരുന്ന് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കോമൺ ലാംഗ്വേജ് ആണ്. ആൻഡ് ആ ഡ്രഗ്സ് സൈക്യാട്രിക് ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു ഷുഡ് നോട്ട് ബി ഹാവിങ് ടു ടേക്ക് സൈക്യാട്രിക് മെഡിക്കേഷൻ. നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ സൈക്യാട്രിക് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഹാസ് ബിക്കം കോമൺ പ്ലേസ്. എല്ലാവരും അത് എടുക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അത് ബിഗ് ഫാർമയാണ്. ഇറ്റ്സ് ജസ്റ്റ് ബിഗ് ഫാർമ വിച്ച് ഡസൻ. ഇപ്പോൾ നിങ്ങൾ കൊളസ്ട്രോൾ, BP, ഷുഗർ, സൈക്യാട്രിക് മെഡിസിൻസ്, ഇത് എന്ത് സാധനവും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളുടെ ഇനി ഇവിടെ നിങ്ങളുടെ എത്ര ആയുസുണ്ടോ അത്രയും കാലം നിങ്ങൾ ആ ബിഗ് ഫാർമയുടെ സ്ഥിരം കസ്റ്റമറാണ്. എല്ലാ മാസം നിങ്ങൾ റിലീജിയസ്ലി പോയി നിങ്ങളുടെ ടാബ്ലറ്റ്സ് വാങ്ങിക്കും. ഒരു ചിന്ത പോലും കൊടുക്കാതെ ദാറ്റ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ, യു ക്യാൻ ചേഞ്ച് യുവർ ഡയറ്റ്, യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് എക്സസൈസ് ഓർ ചേഞ്ച് യുവർ ഹീറ്റിംഗ് ഹാബിറ്റ്സ്, സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്, അല്ലേ? ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്നല്ലേ പറയുന്നത് ഇതിനൊക്കെ. അതുതന്നെയാണ് സൈക്യാട്രിക് ഡിസോർഡേഴ്സും ഇപ്പോൾ എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. സൈക്യാട്രിക് ഡിസോർഡറിന് മരുന്നെടുത്തിട്ട് ബിഗ് ഫാർമയുടെ അടിമയായി പോകുന്നൊക്കെ പറയുമ്പോൾ ഷീസ് ടെല്ലിങ് ദാറ്റ് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഈ മരുന്നൊന്നും എടുക്കേണ്ട ആവശ്യങ്ങൾ വരില്ല എന്നാണ്. ആക്ച്വലി ഇറ്റ്സ് എ ബ്ലണ്ടർ. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. നമ്മൾ മരുന്ന് കഴിച്ചാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ. പൊട്ട ലൈഫ് സ്റ്റൈലുമായിട്ട് ആർക്കും അങ്ങനെ കുറേ കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ഫാർമ അല്ലെങ്കിൽ നമ്മളൊരു മരുന്ന് എടുത്തു തുടങ്ങിയാൽ അതിന് അടിമയാവും. ഡോക്ടേഴ്സ് നമുക്ക് മരുന്ന് തന്ന് നമ്മളെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ വരും. നമ്മളെ കൊണ്ട് അടിമത്വത്തിലേക്ക് കൊണ്ടുചെല്ലും. ആക്ച്വലി മോഡേൺ മെഡിസിൻ ഇമ്പ്രൂവ് ആവുന്നത് അതിൽ ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഹ്യൂമൻ ബോഡി അവർ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെ ഹ്യൂമൻ ബോഡിയിൽ ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ മാറ്റം വരുന്നുണ്ടോ ആ മാറ്റങ്ങളനുസരിച്ച് മരുന്നും മാറുന്നുണ്ട്, രോഗങ്ങളും മാറുന്നുണ്ട്. സോ ഓരോ കാലഘട്ടത്തിൽ ഓരോന്നിനും ഓരോ മെറിറ്റ് ആൻഡ് സ്കെയിലുണ്ട്. അതിനനുസരിച്ച് മരുന്നിൻ്റെ ഡോസേജും മാറും. അപ്പോൾ അത് ഇവർ മനസ്സിലാക്കണ്ടേ? അല്ലാതെ ഇവർ പറയുന്നത് ബിഗ് ഫാർമ ഇറ്റ്സ് ഓൾ കോൺസ്പിറസി. ഓക്കെ, വലിയൊരു കോൺസ്പിറസിയാണ് ഇതെല്ലാം. അത് ഞാൻ ആദ്യമേ പറയാം. കാരണം ഈ കോൺസ്പിറസീസ് ഒന്നും തെളിയിക്കാൻ മാത്രം എവിഡൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഒന്നും ഈവൻ ലെനയുടെ കയ്യിലും കാണൂല. ഓക്കെ, ഇപ്പം നമുക്ക് പറയാം വാക്സിൻ ഈസ് എ കോൺസ്പിറസി. ലൈക്ക് ഒരു വാക്സിൻ കംപ്ലീറ്റ് ഒരു വാക്സിൻ മാഫിയാണ് നമ്മുടെ കൊറോണയുടെ ബാക്കിൽ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഞാനും പറഞ്ഞു നടക്കാറൊക്കെ ഉണ്ട്. ബിക്കോസ് കോൺസ്പിറസീസ് പറയാൻ താല്പര്യമുള്ളവർക്ക് കുറേ കോൺസ്പിറസീസ് പഠിച്ച് പറയാൻ പറ്റും. അല്ലെങ്കിൽ സെൽഫായിട്ട് നമുക്ക് ഓരോന്ന് ഊഹിച്ച് ആലോചിച്ചെടുക്കാൻ പറ്റും. പക്ഷേ വെൻ യു ത്രോ ഇറ്റ് ടു എ പബ്ലിക്, ഓക്കെ, നിങ്ങളിപ്പോൾ എന്താ പറയുന്നത്? ഡെയിലി ഡയബറ്റിക്സിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന ഒരാൾ ആ മരുന്നിൽ അവരുടെ ദേഹത്തിന് എത്ര ക്വാണ്ടിറ്റിയിലുള്ള മരുന്ന് വേണം, ആ മരുന്ന് എത്ര കാലം കഴിക്കണം, എത്ര കാലം കഴിച്ചാലാണ് അവർക്ക് അതിൽ നിന്നൊരു
എന്താ പറയുക റിലീഫ് കിട്ടുക, അല്ലെങ്കിൽ ഒരു ലോങ് റണ്ണ് വേണോ ഷോർട്ട് റണ്ണ് വേണോ, അതിൻ്റെ കോഴ്സ് എത്ര, ഡോസേജ് എത്ര എന്നുള്ളതൊക്കെ നോക്കാതെ ചുമ്മാ എടുത്ത് കൊടുക്കൂടെ ആരെങ്കിലും. ലൈക്ക് ഇവർ പറയുന്നത് എന്താ പറയുക, ഇവർ വേണ്ട പറ്റിയ മരുന്നേ വേണ്ട, യു ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾക്ക് എല്ലാ രോഗങ്ങളും മാറും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എല്ലാ വട്ടവും ഈവൻ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്ന രോഗങ്ങളാണെങ്കിൽ പോലും യു ഹാവ് ടു ടേക്ക് മെഡിക്കേഷൻ. ലൈക്ക് നിങ്ങൾക്ക് മെഡിസിൻസ് എടുത്തേ പറ്റൂ, കൂട്ടത്തിൽ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മാറ്റണം. അല്ലാതെ ഇവിടെ ഒന്നും വേണ്ട, ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ എല്ലാം റെഡിയാവും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുകയുള്ളൂ, പിന്നെ ലാസ്റ്റ് പെട്ടി കിടക്കേണ്ടി വരും. So do not take medicines because you are just becoming a slave to the big pharmacy industry. I had to take psychiatric medication because I am a clinical psychologist. ഇത്രയും വർഷം എടുത്തത് തന്നെ ഡിപ്പെൻഡൻസി കാരണമല്ല. ഐ എം നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ മെഡിസിൻ എനിക്കൊരു എന്നെ പിടിച്ച് വലിച്ചു വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് ലെറ്റിംഗ് മീ ബി മീ. ഞാൻ എൻ്റെ ഒരു സബ്ഡ്യൂഡ് വേർഷനിലാണ് എന്നെ വെക്കുന്നത്. പക്ഷേ ഐ വാസ് ഹാവിങ് ടു ടേക്ക് ഇറ്റ് ബിക്കോസ് മൈ ഫാമിലി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ വാസ് ടെല്ലിങ് ദം. ഇന്നലെ വരെ സാധാരണ കാര്യങ്ങൾ പറയുന്ന ഇവള് എന്താ ഇങ്ങനെ പറയണേ, എന്തോ കുഴപ്പമുണ്ട്, കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്, കുട്ടീനെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ കുട്ടി ആരാ, ഓൾറെഡി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. 3 വർഷം ഡിഗ്രി BSc സൈക്കോളജി ചെയ്ത് 2 വർഷം PG ക്ലിനിക്കൽ സൈക്കോളജി ചെയ്ത് അവിടെ ബോംബെയിൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളെ സൈക്കാട്രിസ്റ്റിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തിയ അവർക്കൊന്നും പറയാനില്ല. നേരെ ഒരു ട്രാങ്കുലൈസർ ഷോട്ട് അങ്ങോട്ട് തന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളെ ഉണരുന്നത്. പെർഫെക്റ്റ് ചോദ്യമാണ് മുന്നിൽ ഇരുന്ന വ്യക്തി ചോദിച്ചത്. നിങ്ങളും ഈ പറഞ്ഞ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടും നിങ്ങൾ മെഡിസിൻസ് കഴിച്ചിട്ടില്ലേ? കൃത്യമായിട്ടുള്ള ചോദ്യം. അപ്പോൾ അവർ പറയുന്നു, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്കത് കഴിക്കാനും അതിൽ നിന്ന് പോരാനും പറ്റിയത്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ ഫാമിലി തെറ്റിദ്ധരിച്ച് എന്നെ കൊണ്ടുപോയി മരുന്ന് കഴിപ്പിച്ചതാണ്. എന്നെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീയിങ് എസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മൈസെൽഫ് എനിക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കാർഡിയോളജിസ്റ്റ്, ഓക്കെ, അപ്പോൾ ഒരു കാർഡിയോളജി ഡോക്ടർക്ക് അയാൾക്ക് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ അയാൾ സ്വന്തം കണ്ണാടി നോക്കിയിട്ട് ഇത് കീറിയിട്ട് കുത്തി തുന്നുമോ? എന്തോന്നാണ് ഇവർ പറയുന്നത്? എങ്ങനെയാണ് ഈവൻ ഇഫ് യു ആർ എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, നിങ്ങൾക്ക് കുറച്ച് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുന്നത് ഞാനത് സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യും, ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മാറി, ഞാൻ ട്രീറ്റ് ചെയ്ച്ച് മാറ്റി, വേറെ ആർക്കും എന്നെ മുന്നിൽ കൊണ്ടുവന്നിരുത്തേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ ഡോണ്ട് ഫീൽ സോ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ യു ഷുഡ് ടേക്ക് എൻ അസിസ്റ്റൻസ് ഫ്രം അതേഴ്സ്. അതിലിപ്പോൾ എന്താ കുഴപ്പമെന്നുള്ളത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ ഇവർ ഈ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ അവരതിങ്ങനെ ഓക്കെ ഞാനതാണ്, ഞാൻ അങ്ങനെയാണ് എന്നുള്ളത് സ്വയം അടിച്ചങ്ങോട്ട് ഇന്നെ കൊണ്ട് പറ്റും, ഇന്നെ കൊണ്ടേ പറ്റും. അതായത് ഇവർ ഈ ചിന്തകൾ മൊത്തം, അതായത് ഈ സ്പിരിച്വാലിറ്റിയുടെ ലെവലിൽ നിന്നിട്ട് ഇവർ ഈ ചിന്തിച്ച കാര്യങ്ങൾ മൊത്തം ഇവരൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഇവർക്കതിന് പറ്റും, ബാക്കിയുള്ളവർക്ക് പറ്റാൻ ലേശം പാടാണെന്നുള്ളൊരു തോട്ട് ഇവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവരുടെ പ്രശ്നം. ഇവർ ഈ സൈക്കാട്രിക് മരുന്നിൻ്റെ ഡോസേജൊക്കെ ഇവർ തന്നെ എടുത്തിട്ടുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവർ പറയുന്നത് എന്താ, ഐ ക്യാൻ കൺട്രോൾ ഇറ്റ്, ഐ ക്യാൻ ട്രീറ്റ് മൈസെൽഫ്. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് പറയാൻ പറ്റൂടി. വി ക്യാൻ കൺട്രോൾ അവർ ഇമോഷൻസ് എന്ന് പറയാൻ പറ്റും. ഐ ക്യാൻ കൺട്രോൾ മൈ മറ്റേ വേദനകൾ, രോഗം എന്നൊക്കെ പറയാൻ പറ്റൂ. ഡിസീസ് നമുക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. എങ്ങനെ പറ്റും? ഏറ്റവും വലിയ റോങ് തിങ് എന്ന് പറയുന്നത് സെൽഫായിട്ട് പോയിട്ട് മെഡിസിൻ അടിക്കുന്ന പരിപാടി. ഇപ്പോൾ എത്രയോ പേര് ചെയ്യുന്നുണ്ട്. പനി വന്നാൽ നേരെ പാരസെറ്റമോള്, തുമ്മിയാൽ നേരെ സിട്രസിൻ. ചിലരതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പൊട്ടക്കാരിയാണ്. കാരണം എല്ലാ സമയത്തും നമുക്ക് ഒരേ രോഗത്തിന് ഒരേ മെഡിസിൻസ് തന്നെ ആവില്ല. ചിലപ്പോൾ മെഡിസിനേ വേണ്ടില്ല, ചിലപ്പോൾ മെഡിസിൻ വേറെ എന്തെങ്കിലും കോമ്പിനേഷൻസ് മാറില്ല മെഡിസിൻ്റെ. നമുക്കൊക്കെ ഒരു കെമിക്കൽ സൈക്കിൾ നമ്മളെ ദേഹത്ത് നടക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് വേണം ഡോസേജ് നോക്കാനും മരുന്നിൻ്റെ കോംപ്ലയൻസ് നോക്കാനൊക്കെ. അതിനാണ് ഡോക്ടർമാർ പഠിച്ച് അവിടെ ഇരിക്കുന്നത്. ഇത് അവിടെ പോകണ്ട, ലൈഫ് സൈക്കിൾ മാറ്റിയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ സെൽഫായിട്ട് ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാന്നൊക്കെ നാട്ടുകാർ മുന്നിൽ വന്നിരുന്ന് പറയുമ്പോൾ ദാറ്റ് മൈഗ്രെയിൻ എന്തുകൊണ്ടാണ്, വാട്ട് കോസസ് എ മൈഗ്രെയിൻ എന്ന് ആർക്കും അറിയില്ല. അതിന് മരുന്നുമില്ല. വെറുതെ കംപ്ലീറ്റ് ബ്രെയിനിനെ നമ്മിയെന്നൊരു പെയിൻ കില്ലേഴ്സേ ഉള്ളൂ. ആൻഡ് ദേ വെരി ഡേഞ്ചറസ് ഡ്രഗ്സ്. മൈഗ്രെയിൻ മെഡിസിൻസ് എല്ലാം കിഡ്നിയും ലിവറിനെയും കൊല്ലുന്ന സാധനങ്ങളാണ്.
സോ ഈ മൈഗ്രെയിൻസ് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല റിയലി. പക്ഷെ ആക്ച്വലി മൈഗ്രെയിൻസ് ആർ ഹാപ്പനിങ് ബിക്കോസ് യുവർ എൻറ്റയർ ബ്രെയിൻ സ്ട്രക്ചർ ഈസ് ചേഞ്ചിങ്. യുവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ ആർ ട്രൈങ് ടു ബാലൻസ് എ ന്യൂ തിങ്. ആൻഡ് അത് നമ്മൾ റെസിസ്റ്റ് ചെയ്താൽ ഇറ്റ് കോസസ് എ മൈഗ്രെയിൻ. നമ്മൾ അതിനോട് ഓപ്പൺ ആയ ഓക്കെ വാട്ട് എവർ എന്ന് പറഞ്ഞാൽ ദെൻ ദ മൈഗ്രെയിൻ ഈസസ്. ആൻഡ് ഇറ്റ് എഫക്ട്സ് ഓൾ ദ നമ്മൾ പറഞ്ഞ ഓൾ ദ പ്ലെക്സസ്. യൂഷ്വലി the solar plexus or orbic plexus gets affected the most due to a migraine. അതുകൊണ്ടാണ് when people puke out they feel better, because you are throwing out something that you are not either able to digest or you are throwing out something of the old. അപ്പോൾ if you throw some old information out which was not working, ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടി, now your ego has to go out if this information has to come in. അപ്പോൾ ഈഗോ ആണ് നമ്മൾ കളയുന്നതെങ്കിൽ you feel relief. If you're throwing out this new information, you're going to feel very tired and your migraine will last 3 days. If you throw out the ego, your migraine will end within that, just after that. ഈഗോ കാരണമാണോ ഒരാൾക്ക് മൈഗ്രെയിൻ വരുന്നത്? മൈഗ്രെയിനിന് വേണ്ടി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ മെഡിസിൻസും ഡ്രഗാണ്. അത് ഉപയോഗിച്ച ലിവറും കിഡ്നി അടിച്ചു പോകും. ഇവർ ഏത് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ പറയുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ തലയുടെ 2 ബ്രെയിൻ്റെ ഹെമിസ്ഫിയേഴ്സ് തമ്മിൽ കൂട്ടി ഉരസുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈഗോ ഒക്കെ വെച്ചിട്ട് പുതിയൊരു ഡാറ്റ വാങ്ങാത്തപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ ഇന്ന് കമ്പ്യൂട്ടറാണ് എന്തോന്നറിയാം. അത് ആളുകൾക്ക് മൈഗ്രെയിൻ വരുന്നത് അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ, മെൻ്റൽ കണ്ടീഷൻ വെച്ചിട്ട് പലർക്കും പല രീതിയിലുള്ള കാര്യം. ചിലർക്ക് സ്ട്രെസ് ആവാം, ഉറക്കക്കുറവാവാം, ചിലർക്ക് ഓവർ തിങ്കിങ് ആവാം. അങ്ങനത്തെ ഒക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടല്ലേ ആളുകൾക്ക് മൈഗ്രെയിൻ വരുന്നത്. മൈഗ്രെയിൻ പല രീതിയിൽ വരും. അതിന് പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഡോക്ടേഴ്സ് കൊടുക്കും, പല തരത്തിലുള്ള ഡോസേജ് ഓഫ് എമൗണ്ട് ഓഫ് മെഡിസിൻസും കൊടുക്കും. പക്ഷെ ഇവർ ഈ പറയുന്ന പോലെ തലേൻ്റെ ഉള്ളിലേക്ക് പുതിയൊരു സാധനം വരുമ്പോൾ അത് ബ്രെയിൻ റിജക്റ്റ് ചെയ്യും. ബ്രെയിൻ റിജക്റ്റ് ചെയ്യുമ്പോൾ ആ ഡാറ്റ വേണ്ടാന്ന് പറയുമ്പോൾ ഓൾഡ് ഡാറ്റ തലയിൽ ഇരുന്നിട്ട് കുത്തുന്ന സമയത്ത്, നമ്മൾ പ്യൂക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് റിലീഫ് കിട്ടും. സോ ദാറ്റ് സിംബോളിക്കലി അവർ പറയുന്നത് ഈ പ്യൂക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനും തലയ്ക്കും അകത്തുള്ള പഴയ നമ്മുടെ ചിന്താഗതികളൊക്കെ മാറ്റി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളൊരു കാര്യം. ഒരു മൈഗ്രെയിൻ തലവേദന വരുമ്പോഴത്തേക്കും ആളുകൾ ഇത് മൊത്തം ചിന്തിച്ച് ഓടുമ്പോഴത്തേക്കും മൈഗ്രെയിൻ വന്ന ആൾ സൈഡായിട്ടുണ്ടാവും. അതാണ് സംഭവിക്കാൻ പോണത്. സോ ഇവരെന്താ പറയുക, ഇവർ സെൽഫായിട്ട് പറയുന്നത് ഇവർ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ദ പ്രൈം അറ്റൈൻ ചെയ്തു. നൗ ഷീ ക്യാൻ ടീച്ച് ലൈക്ക് എ ഗുരു ടു എവ്രി വൺ. ഗുരു എന്ന് അവർ പറയുന്നില്ല, ഗുരു എന്നുള്ള ടേം ഇതിൻ്റെ ലേറ്റർ ഓൺ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഞാൻ ഒരു ഗുരു അല്ല, ഐ എം എ ഗൈഡ്. സോ യു ക്യാൻ ജസ്റ്റ് കോൾ മീ ആസ് എ ഗൈഡ്. ഓബിയസ്ലി ഗൈഡ് എന്ന് പറഞ്ഞാൽ ഗുരു. ഇപ്പോൾ സ്പിരിച്വാലിറ്റി എനിക്ക് ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിയോ അല്ലെങ്കിൽ ഇമാതിരി സാധനങ്ങളൊക്കെ ഡസ് ഇറ്റ് റിയലി നീഡ് ഇൻ ലൈഫ്? കുറേ പൈസ, കുറേ സമയം, കുറേ എന്താ പറയുക, കുറേ പൈസയും സമയവും, ഇതാണ് ഇതിൻ്റെ മെയിൻ ഫാക്ടർ. നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ലൈഫിലൊരു 40+ ആയിട്ടുള്ള കുറച്ച് ആളുകൾ, ദേ ആർ വെൽ സെറ്റിൽഡ്, ഫിനാൻഷ്യലി സൗണ്ടാണ്, അത്യാവശ്യം നല്ല റെക്കഗ്നിഷൻ സൊസൈറ്റിയുടെ ഇടയിലുണ്ട്, ആൻഡ് ദേ ഹാവ് നോ കമ്മിറ്റ്മെൻറ്റ്സ് അറ്റ് ഓൾ. ലൈഫിൽ ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്സും ഇല്ല. ദേ ഹാവ് ഇനഫ് ബാങ്ക് ബാലൻസ് ടു റൺ റെസ്റ്റ് ഓഫ് ദെയർ ലൈഫ്. അവർ സ്പിരിച്വാലിറ്റി എക്സ്പ്ലോർ ചെയ്യും ഡെഫിനറ്റ്ലി. കാരണം എന്താ, അവർക്ക് ഇനി ഒന്നും നോക്കാനില്ല ലൈഫിൽ, വേറെ ജോലി എടുക്കേണ്ട ആവശ്യമില്ല. ദേ ഡോണ്ട് വാണ്ട് ടു റൺ ബിഹൈൻഡ് മണി, ദേ ഡോണ്ട് വാണ്ട് ടു റൺ ബിഹൈൻഡ് മേക്കിംഗ് ദെയർ ലൈഫ് ഓർ അതേഴ്സ് ലൈഫ് സെറ്റിൽഡ്. അതിനൊന്നും ആവശ്യം അവർക്കില്ല. സോ അവരെന്ത് ചെയ്യും, അവർ ചുമ്മാ ഇരിക്കും, അവരിങ്ങനെ ഓർത്തോർത്ത് പോവും, മൾട്ടി ഡൈമെൻഷണൽ ലെവലിലേക്ക് മാറും. അതായത് എക്സിസ്റ്റൻസ് ഓഫ് മീ ഇൻസൈഡ് മീ ആൻഡ് ഐ ആം നോട്ട് ഹിയർ, ഐ ആം സംവെയർ എൽസ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ മീ. അങ്ങനെയൊക്കെ അവർ പറയും. മറ്റേ സലീം കുമാരേട്ടൻ പറഞ്ഞില്ലേ പണ്ടടാ, ഇത് ഞാനല്ല, ഈ ഇരിക്കുന്നത് ഞാനല്ല, ഞാൻ വേറെ എവിടെയോ ഉണ്ട്, അതാണ് യഥാർത്ഥ ഞാൻ എന്നുള്ളത്. ആ ഒരു ലെവലിലേക്ക് ഇവർ മാറും. അങ്ങനെ ഇവർ മാറിക്കഴിഞ്ഞാലുള്ള സീൻ എന്താ അറിയോ, പിന്നെ ആരെ കണ്ടാലും ഒരു ഉപദേശവും പഠിപ്പിക്കലുമായിട്ട് വരും. ഇതിപ്പോൾ അതാണ് സംഗതി തോന്നുന്നുണ്ട്. എന്തായാലും ഇത്രയൊക്കെ ഈ സ്പിരിച്വൽ ലെവലിൽ നിന്ന് സംസാരിക്കുന്ന ഇവരാണ് ഇവരുടെ PA ആയിട്ടുള്ള പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ പയ്യനെ എന്തോ കൂടോത്രത്തിൻ്റെ പേരും പറഞ്ഞ് പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ച് ഇത്രയും സ്പിരിച്വൽ ലെവലിൽ നിൽക്കുന്നവർ. ഇതെന്തുവാണ് അങ്ങനെ ഇത്രയും സ്പിരിച്വൽ ലെവലിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ലാത്തൊരു കേസ്. ആ പാവം പയ്യൻ വന്നിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവൻ്റെ ലൈഫ് പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത്രയും സ്പിരിച്വൽ ലെവലിൽ നിന്നിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടും. സ്പിരിച്വാലിറ്റി അറ്റൈൻ ചെയ്തു എന്നുണ്ടെങ്കിൽ
യു ഷുഡ് ബി ഏബിൾ ടു ആക്സെപ്റ്റ് എവറിഥിങ് ആൻഡ് എവ്രി വൺ. അങ്ങനെയല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ആക്സെപ്റ്റ് പ്രസൻറ്റ്, ആക്സെപ്റ്റ് എവ്രി വൺ, ആക്സെപ്റ്റ് എവറിഥിങ്, സൈലൻ്റ്ലി മൂവ് ഓൺ. നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ ആളുകൾക്ക് എൻലൈറ്റ്മെൻറ്റ് വരണം. ഓക്കെ, ദിസ് ലേഡി ഓർ ദിസ് മാൻ, ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാണ്. ദെൻ പീപ്പിൾ വിൽ കം ടു യു. അതല്ലേ വേണ്ടേ? സോ ഐ ഡോണ്ട് നോ, ലൈക്ക് റിയലി ഓക്കെ, അവരുടെ ഇഷ്ടം, അവരുടെ സമയം, അവരുടെ ബുക്ക്, അവരുടെ പൈസ, അവരുടെ കാര്യങ്ങൾ. ബട്ട് ഇങ്ങനത്തെ ഈ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് സംതിങ് ഫിഷി. അത്രയേ ഉള്ളൂ.